അനേക മധ്യസ്ഥ പ്രാർത്ഥനകൾ ഈ ദിവസങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. और इन दिनों में बहुत सारे लोग मध्यस्थता प्रार्थना की सेवकाई में लगे हुए हैं. ദൈവസഭ അതിന്റെ അധികാരത്തിലേക്ക് എഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ്. परमेश्वर की कलीसिया अपने अधिकार के स्थान में कदम रख रही है. ഈ സമയത്ത് ദൈവസഭ ചെയ്യേണ്ടത് മധ്യസ്ഥ പ്രാർത്ഥനയാണെന്ന് പൂർണ്ണ ബോധ്യമുള്ളവരാണ് ഇവിടെ ഉള്ള എല്ലാവരും. और आज इस सभा में जितने लोग जुड़े हैं ये वे लोग हैं, ये वह समूह है जो इस बात को समझ गया है कि इन दिनों में सबसे अधिक हमें मध्यस्थता की प्रार्थना में या बिचुई की प्रार्थना में समय को व्यतीत करना है. ഞാൻ അറിഞ്ഞിടത്തോളം ഒരു സ്റ്റേറ്റോ ഒരു രാജ്യമോ അല്ല, ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള ദൈവസഭകളുടെ പ്രതിനിധികൾ ഈ സൂം മീറ്റിംഗിലുണ്ട്. और इस जूम मीटिंग के अंदर एक राज्य के, एक देश के नहीं लेकिन विश्व राज्यों से अलग अलग जगहों से लोग इस सभा में जुड़े हुए हैं. അതിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ അഭിഷിക്തൻ ഫിനി സ്റ്റീവൻ സാമുവൽ, തന്റെ കൂടെയുള്ള ടീം എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. और इन सभाओं का नेतृत्व करने वाले पास्टर फिनी स्टीफन सैमुअल और उनके सहयोगियों के लिए मैं परमेश्वर को धन्यवाद देता हूँ. കർത്താവിന്റെ ദാസൻ ഇൻഫാക്ട് ഞങ്ങൾ നെയ്ബേഴ്സ് ആണെന്ന് വേണേൽ പറയാം. और हम पड़ोसी है केरल में. ഞങ്ങൾ ഒരു ചർച്ചിലാണ് ആരാധിക്കുന്നത്. हम एक ही कलीसिया में आराधना करते हैं. കർത്താവിന്റെ അഭിഷിക്തന്റെ കൂടെ ആരാധിപ്പാൻ എനിക്കും കർത്താവ് ഭാഗ്യം തരുന്നു. और प्रभु के दास के साथ में आराधना में भाग लेने के लिए प्रभु ने मेरे जीवन में भी अवसर दिया. അഭിഷിക്തൻ മുഖാന്തരം ദൈവം ലോകത്തിൽ ചെയ്തെടുക്കുന്ന വിശേഷമേറെ കാര്യങ്ങൾക്കായി നന്ദി പറയുന്നു. और प्रभु के दास के द्वारा विश्व में प्रभु जिस प्रकार से उन्हें इस्तेमाल में ले रहा है उन बातों के लिए प्रभु को धन्यवाद देता हूँ. നമ്മൾ വളരെ സീരിയസ് ആയ ഒരു കാര്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. हम एक गंभीर विषय में प्रवेश कर चुके हैं. സഭ അതിന്റെ തല എന്താണോ ഇപ്പോൾ ചെയ്യുന്നത് അത് ശരീരം ചെയ്തു തുടങ്ങിയിരിക്കുകയാണ്. कलीसिया जो देह है, जो सिर जो कर रहा है, वही बात में, वही कार्यक्रम में देह भी शामिल हो चुकी है. സഭയുടെ തല ക്രിസ്തു ആകുന്നുവല്ലോ. कलीसिया का सिर मसीह है. ക്രിസ്തു ചെയ്യുന്ന ഏക ശുശ്രൂഷ ഇന്നിന്റെ ശുശ്രൂഷ മധ്യസ്ഥതയാണ്. और मसीह जो आज या वर्तमान में जो सेवकाई कर रहा है वह है मध्यस्थता की सेवकाई. മഹാകൃപയാൽ ശരീരവും അത് ഏറ്റെടുത്തത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. और प्रभु के अनुग्रह के कारण इस देह ने भी उस मध्यस्थता की सेवकाई को चुन लिया. उसके लिए मैं प्रभु को धन्यवाद देता हूँ. എന്നാൽ പലപ്പോഴും അബദ്ധങ്ങൾ പറ്റുവാൻ സാധ്യതയുണ്ട്. लेकिन कई बार हमसे गलतियां हो सकती है. പ്രാർത്ഥനാ ഗോപുരങ്ങൾ, പ്രാർത്ഥനാ ചങ്ങലകൾ, പ്രാർത്ഥനാ മൗണ്ടനുകൾ, പ്രാർത്ഥനാ താഴ്വരകൾ, प्रार्थना गुम्मट, प्रार्थना श्रृंखलाएं, प्रार्थना के पहाड़, प्रार्थना की वादियां നമ്മളെ ഒരു പ്രാർത്ഥനാ തൊഴിലാളികളാക്കി മാറ്റിയോ എന്നൊരു സംശയവും എനിക്കുണ്ട്. और कई बार इन सब बातों में एक संदेह इस प्रकार से होता है, कहीं हम प्रार्थना का व्यवसाय करने वाले एक व्यवसायी तो नहीं बन गए. എന്നാൽ ഒരു 15 മിനിറ്റ് മുമ്പ് ഞാൻ ഈ സർവീസിലേക്ക് പ്രവേശിച്ചു. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. 15 मिनट पहले मैं इस सभा में प्रवेश किया था. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം പൊടിയുന്നത് എനിക്ക് കേൾക്കുവാൻ കഴിയും. और आप जब प्रार्थना कर रहे थे, अन्य भाषा में प्रार्थना कर रहे थे, प्रभु की उपस्थिति को, स्पर्श को मैं महसूस कर पा रहा था. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, തൊഴിലാളികൾ കുറവാണ്. मुझे समझ में आ गया व्यवसायी लोग कम है यहाँ. ആത്മാർത്ഥതയുടെ പ്രാർത്ഥന ഉയരുന്നു ഞാൻ കേൾക്കുവാൻ ഇട വന്നു. दिल की गहराई से, आत्मा से प्रार्थना उठते हुए मैं देख पा रहा. എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. मुझे वो बहुत पसंद आया. വേദപുസ്തകം പറയുന്നു, वचन हमें सिखाता है തലയോടുകൂടെ ശരീരം നാഡി ഞരമ്പുകളാൽ, അസ്ഥികളാൽ, സന്ധികളാൽ, ടെൻഡനുകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. और सिर और देह अस्थियों से, मांसपेशियों से और बिल्कुल रक्त कणिकाओं में, रक्त धमनियों के द्वारा वो जुड़ा हुआ है. ശരീരത്തിന് നൊന്താൽ തലയ്ക്ക് നോവും. शरीर को या देह को दर्द होगा तो सिर को भी दर्द होगा. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വീണ ശൗലിനോട് ദൈവം ചോദിക്കുന്നു, നീ എന്നെ ഉപദ്രവിച്ചത് എന്തിന്? दमिश्क के उस मार्ग में जब शाऊल नीचे गिर गया, परमेश्वर उससे पूछता है, तू मुझे क्यों सता रहा है? നമ്മളെ സന്ദേശം കേട്ട് മടുത്തവരാണ്. हमने कई बार उस संदेश को सुना और थक चुके हैं. ശരീരത്തിന്റെ വേദന തലയ്ക്കുണ്ട്. शरीर का दर्द सिर को मालूम पड़ता है. എന്നാൽ ഇന്ന് രാത്രിയിൽ ഒരു തിരിച്ചൊരു ചോദ്യം ദൈവാത്മാവ് എന്നിൽ കൂടി നിങ്ങളോട് ചോദിക്കുന്നു. लेकिन आज रात पवित्र आत्मा मेरे द्वारा आपसे एक सवाल पूछता है, തലയുടെ വേദന ശരീരത്തിനുണ്ടോ? क्या सिर का जो दर्द है वो शरीर समझ पा रहा है?
ഇന്ന് പകൽ ക്രിസ്തുവാകുന്ന തല വേദനിക്കുന്നതായി ഞാൻ ആത്മാവിൽ മനസ്സിലാക്കുന്നു. आज मसीह रूपी सिर शोकित हो रहा है, पीड़ा को सह रहा है. ലോകത്തിൽ സഭ നന്നായിട്ട് കഷ്ടപ്പെടുന്ന ഒരു സമയമാണിത്. आज संसार में कलीसिया क्लेश के दौर से गुजर रही है. എന്നാൽ ഇതൊരു ബർത്ത് പാങ് ആണ്, ഇതൊരു ഡെലിവറി പെയിൻ ആണ്, ഒന്ന് ജനിക്കുവാനും കൂടെ പോവുകയാണ്. लेकिन प्रियो, यह कुछ नई बातों को जन्म लेने के लिए एक प्रसव पीड़ा है, प्रसव वेदना है, यह हमें समझना है. ഞാൻ യു കെയിൽ വന്നിട്ട് ഏകദേശം 15 വർഷം കഴിഞ്ഞു. और लगभग 15 साल हो गए यूके पहुंचकर. ഫിനി സ്റ്റീവൻ സാമുവലിനെ ഞാൻ ഫിനിച്ചാൻ എന്നാണ് വിളിക്കുന്നത്. ഫിനിച്ചാൻ നന്നായിട്ട് അറിയാം, നാട്ടിൽ നല്ലൊരു മൂവ്മെന്റിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. और प्रभु के दास पास्टर फिनिजान जानते हैं, केरल में एक अच्छे आत्मिक माहौल से मैं यहाँ पर आया था. നന്നായിട്ട് ആത്മമണ്ഡലങ്ങൾ എൻജോയ് ചെയ്തിരുന്ന സമയത്ത് നിന്നാണ് ഇങ്ങോട്ട് വന്നത്. और पवित्र आत्मा के गहरे आयामों को जब मैं आनंद ले रहा था, उस समय मैं यूके गया. ഞാൻ ഇങ്ങോട്ട് വന്നതല്ല, കർത്താവ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. मैं नहीं गया, प्रभु मुझे वहां लेकर गया. ഞാനൊരു പത്തനംതിട്ടക്കാരനാകുന്നുവല്ലോ. मैं पतनंतिट्टा नामक जिले का रहने वाला हूँ. എന്റെ പുറകിൽ 2 തൊഴി തന്ന കർത്താവ് ഇങ്ങോട്ട് വിട്ടത്. और प्रभु ने मुझे मानो वहां से धक्का दे के मुझे यहाँ पर भेजा. അവിടുന്ന് ഇങ്ങോട്ട് പോരാൻ ഒരു താല്പര്യമില്ലായിരുന്നു. मेरी कोई इच्छा नहीं थी आने की, കർത്താവ് എന്നെ ഇങ്ങോട്ട് തള്ളി വിട്ടതാണ്. लेकिन प्रभु ने मुझे धक्का देकर जबरदस्ती यहाँ भेजा. ഞാൻ ആത്മാവിൽ ഒരു കാര്യം പറയാം. आत्मा में मैं एक बात कहूं, ദൈവസഭയുടെ അധികാര മണ്ഡലങ്ങൾ പുറത്തു വരേണ്ടതിന് ഈ തലമുറയിൽ നിന്നെ ദൈവം കണ്ടിരിക്കുകയാണ്. कलीसिया का अधिकार के अंदर, कलीसिया बाहर निकलने के लिए, प्रभावित होने के लिए परमेश्वर ने कुछ लोगों को देख रखा है. സഭ എന്തെന്ന് ലോകം അറിയാൻ പോവുകയാണ്. कलीसिया की सामर्थ, कलीसिया क्या है, उसकी वास्तविकता को संसार जानने जा रहा है. തലയോട് ചേർന്നിരിക്കുന്ന ശരീരത്തിന്റെ ഗമ എന്തെന്ന്, അതിന്റെ മഹത്വം എന്തെന്ന്, അതിന്റെ 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 അധികാരം എന്തെന്ന് ലോകം അറിയാൻ പോവുകയാണ്. सिर के साथ में जब देह जुड़ जाता है, देह के ऊपर जब सिर होता है और क्रियाशील होता है, उससे जो अधिकार प्रवाहित होता है, प्रकट होता है, उसके महत्व ये संसार देखने जा रहा है. എത്ര പേർക്ക് സന്തോഷമുണ്ട്? कितने लोग आनंदित हैं? നിങ്ങൾക്കൊന്ന് അൺമ്യൂട്ട് ചെയ്ത് ഒരു ആമീൻ ഹല്ലേലൂയ പറയാം. अब अपने आप को अनम्यूट करके आमीन हालेलुया बोल सकते हैं. Amen. Hallelujah. Praise the Lord. Hallelujah. Hallelujah. Praise God. Hallelujah. കഴിഞ്ഞ 10 മിനിറ്റ് ഞാൻ ശ്രദ്ധിക്കുകയാണ്, ഇവിടെ ഈ മീറ്റിംഗ് നടത്തുന്ന ഫിനി സ്റ്റീവൻ സാമുവലിന്റെ, ഫിനിച്ചാൻ അറിയത്തില്ല ആരാ നിങ്ങളെന്ന്. मैं इस सभा में मैं देख रहा था कि प्रभु दास फिनी स्टीफन जब मीटिंग की अगुवाई कर रहे हैं, आप में से कई लोग को व्यक्तिगत वो नहीं जानते, നിങ്ങൾ എവിടുന്നാന്ന് അറിയത്തില്ല, आप कहां से जुड़ रहे वो भी नहीं जानते हुए, പക്ഷെ നിങ്ങൾ ഇതിനകത്ത് ഉണ്ടെന്ന് മാത്രമേ അറിയത്തുള്ളൂ. लेकिन आप इस सभा में जुड़े हैं ये वो जानते हैं. എന്നിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ലാലിക്ക് വേണ്ടി, ബാബുവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കരയുന്നുണ്ട്. और उस समय जब आप अन्य लोगों के लिए प्रार्थना करते हैं, आप आंसुओं के साथ में प्रार्थना कर रहे हैं. എന്റെ ചോദ്യം, നിങ്ങൾ അറിയാത്ത സാബുവിന് വേണ്ടി നിങ്ങൾ എന്തിനാ കരയുന്നത്? मेरा सवाल, जिस साबू को आप नहीं जानते उस साबू के लिए क्यों आप आंसू बहा रहे हैं? നിങ്ങൾ അറിയാത്ത ജൂലിയസിന് വേണ്ടി നിങ്ങൾ എന്തിനാ വേദനയോട് പ്രാർത്ഥിക്കുന്നത്? जिस जूलियस को आप नहीं जानते उस जूलियस के बारे में दर्द के साथ में आप कैसे प्रार्थना कर रहे हैं? One church is emerging. एक कलीसिया खड़ी हो रही है, ദൈവത്തിന്റെ ശരീരം എഴുന്നേൽക്കുകയാണ്. परमेश्वर की देह उठ खड़ी हो रही है. റമമന സിഖിമിനി അൽഖനബ റിഗധുനിയ സദന വൈശബാധന റിഖേമനെ. ആ നിങ്ങൾ ആ ശരീരത്തിന്റെ ഭാഗമാണ്. आप उस शरीर का भाग है. എന്റെ ശരീരത്തിൽ ഇപ്പോൾ എനിക്ക് നന്നായിട്ട് ദൈവ സാന്നിധ്യം ഞാൻ നോർമലി അനുഭവിക്കുന്നത് പോലെ തന്നെ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. मेरे शरीर में परमेश्वर की एक अद्भुत उपस्थिति को मैं महसूस कर पा रहा हूं. ഞാൻ കരഞ്ഞപ്പോ നിങ്ങളുടെ പലരുടെയും കണ്ണുനീര് വന്നില്ലേ? मेरी आंख से जब आंसू आए, आप में से कईयों की आंखों में भी आंसू आए. എനിക്ക് നിങ്ങളെ അറിയാമോ? क्या मैं आपको जानता हूं? നിങ്ങൾക്ക് എന്നെ അറിയാമോ? क्या आप मुझे जानते हैं? നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താ? हमारा आपस का रिश्ता क्या है? നമ്മൾ ഒറ്റ ശരീരത്തിന്റെ അവയവങ്ങളാണ്. हम एक ही शरीर के अंग हैं. മധ്യസ്ഥത പ്രാർത്ഥനയുടെ ഒരു സന്ദേശം കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. मध्यस्थता की प्रार्थना का एक संदेश प्रभु ने मुझे दिया है.
അതിനുമുമ്പ് ഒരു രണ്ട് കാര്യം പറയാം. उसके पहले मैं दो बातें बोलूं. ദൈവം ഇന്നും വാഴുന്നു. परमेश्वर आज भी राज्य कर रहा है. എന്റെ കർത്താവ് ഇന്നും ഭരിക്കുന്നു. मेरा परमेश्वर आज भी प्रभुता कर रहा है. Everything is still in control. सारी बातें उसके नियंत्रण में है. അവൻ അറിയാതെ, उसकी जानकारी के बगैर, അവൻ അനുവദിക്കാതെ, उसकी अनुमति के बगैर, അവന്റെ നിയന്ത്രണത്തിലല്ലാതെ उसके नियंत्रण के बगैर ഒന്നും സംഭവിക്കത്തില്ല. कुछ भी संभव नहीं होगा. അവൻ അവന്റെ സഭയെ वह अपनी कलीसिया को ലോകം കാണെ संसार के सम्मुख അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. अधिकार के स्तर में स्थापित करना चाहता है. 10-15 വർഷം മുമ്പേ ലണ്ടനിൽ വന്നത്. 15 साल पहले जब मैं लंदन में आया, ഇവിടുത്തെ ഏറ്റവും ഫേമസ് പത്രത്തിന്റെ പേര് സൺ എന്ന്, SUN സൺ. और यहाँ का एक मशहूर अखबार है SUN सन नाम से. നമ്മുടെ നാട്ടിലെ ഹിന്ദു പോലെയോ മനോരമ പോലെയോ ആ ഒരു ലെവൽ പേപ്പർ അല്ല, 72 പേജുണ്ട്. और जो आमतौर पे भारत में जो अखबार आते हैं उनसे अधिक पृष्ठ संख्या वाला लगभग 72 पृष्ठ इस अखबार में है. ആ ലോകത്തിലുള്ള എല്ലാ സാധനവും അതിനകത്ത് കാണും. और संसार में की हर प्रकार की चीजें उसके अंदर मिल जाएगी. ഞാൻ വന്ന സമയത്ത് ആ തീഷ്ണതയിൽ ഇതിന്റെ രണ്ടാമത്തെ പേജും തുറന്നു. और जब मैं वहां पर आया था उस जोश में, जब मैं यूके पहुंचा उस अखबार के दूसरे पेज को मैंने खोला. അപ്പൊ രണ്ടാമത്തെ പേജും മൂന്നാമത്തെ പേജും തുറന്നു വന്നു. दूसरा और तीसरा पेज खुल के आया. മൂന്നാമത്തെ പേജിൽ ഒരു പെൺകുട്ടി നഗ്നയായി നിൽക്കുകയാണ്. और तीसरे पृष्ठ में एक स्त्री का नग्न चित्र है. തേർഡ് പേജ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഫേമസ് പേജാണ്. और तीसरा पृष्ठ मशहूर पेज होता है. ആ ടോപ്ലെസ് ആയി അർത്ഥനഗ്നയായി നിൽക്കുകയാണ്. और वह उस स्त्री का अर्धनग्न चित्र वहां पर. ഒരു കാലത്ത് ലോകം മുഴുവനും മിഷണറിമാരെ വിട്ട ഒരു രാജ്യത്തിന്റെ ഗതിയാണ് ഈ പറഞ്ഞു വരുന്നത്. प्रियो, एक जमाने में जिस देश ने मिशनरियों को विश्व राज्यों में भेजा, उसी देश की हालात में बता रहा हूं. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. आंसुओं के साथ में प्रार्थना किया. 10 വർഷത്തിൽ കൂടുതൽ പ്രാർത്ഥിച്ചു. 10 वर्ष से अधिक प्रार्थना किया. 3-4 വർഷം മുമ്പേ സൺ എന്ന ന്യൂസ് പേപ്പർ ആ പേജിൽ ടോപ്ലെസ് പിക്ചർ വരുത്തുന്നത് നിർത്തി. 3-4 साल पहले उस अखबार वालों ने निर्णय लिया कि पृष्ठ संख्या 3 पर अर्धनग्न तस्वीरें नहीं छापी जाएगी. കർത്താവ് ഇന്നും ജീവിക്കുന്നു. हमारा परमेश्वर आज भी जिंदा है. ബ്രിട്ടൻ ഒരു കളികളുള്ള ദേശമാണ്. ब्रिटेन के अंदर कई प्रकार के खेल होते हैं. പ്രധാനപ്പെട്ടവരുടെ വാക്ക് ഫണ്ണ്, ഗെയിം, പ്ലേ ഇതൊക്കെയാണ്. और वे फन, गेम, प्ले इस प्रकार के शब्दों का इस्तेमाल करते हैं. ഫുട്ബോൾ ഉണ്ടെങ്കിൽ ഒരു 50,000 പേര് കൂടും. फुटबॉल का एक खेल होगा तो 50,000 लोग जमा होंगे. റഗ്ബി ഉണ്ടെങ്കിൽ അതിനെക്കാട്ടിലും കൂടും. रग्बी हो तो उससे अधिक भीड़ जमा होगी. ഇതിനെക്കാട്ടിലും കൂടുതൽ വെള്ളിയാഴ്ച വൈകുന്നേരം ഓഫീസിൽ നിന്ന് ഇറങ്ങി പബ്ബിൽ കൂടും. और शुक्रवार को शाम को ऑफिस से लोग जब शराब खाने मदिरालयों में जाते हैं, वहां और अधिक भीड़ होती है. പിന്നെ ബ്രോത്തലും വേശ്യാലയവും അങ്ങ് കിടക്കുക. और वेश्यावृत्ति के स्थान, इस प्रकार से अश्लील स्थान में लोग जाते हैं. ഇവിടെ യുകെയിൽ പാപം എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല, അത് ലീഗലൈസ് ചെയ്തിരിക്കുക. और वहां की स्थिति यह है कि पाप के बारे में या बोलो तो मानो पाप को कानूनन स्वतंत्रता मिल चुकी है, ऐसी हालात है वहां. ഇടയ്ക്കിടയ്ക്കൊക്കെ ചോദിക്കും, കർത്താവേ നീ എന്തിനാ ഇങ്ങോട്ട് എന്നെ അയച്ചത്? और बीच बीच में मैं प्रभु से पूछता, प्रभु आपने मुझे यहाँ क्यों भेजा? ഒരിക്കലും ഒരു കുഞ്ഞിന് ഒരു ഗിഫ്റ്റ്, ഒരു ഷർട്ട്, ഒരു ഡ്രസ് മേടിക്കാൻ ഒരു കടയിൽ കയറി. और एक बार एक बच्चे के लिए ड्रेस लेने के लिए मैं एक दुकान में चढ़ा. ബ്രാൻഡിന്റെ പേര് കണ്ട് ഞെട്ടിപ്പോയി. और उस कपड़े के ब्रांड का नाम सुनकर मैं डर गया. പേര് റിബൽ. उसका नाम है रिबल, बलवा करना था, रिबल. പാസ്റ്ററായി ഞാനത് വാങ്ങിച്ച് ആർക്കെങ്കിലും കൊടുക്കാൻ നോക്കൂ. अब मैं पास्टर क्या, रिबल कंपनी अर्थात कंपनी का नाम है बलवा करने वाली कंपनी, उस कंपनी का कमीशन लेके मैं किसी को दे सकता हूं क्या? അതായിരുന്നു ഇവിടുത്തെ സ്ഥിതി. वहां की यहाँ की हालात यह थी. ജെയിംസ് കോശിക്ക് കഴിഞ്ഞില്ല. जेम्स कोशी से रहा नहीं गया. സുനിൽ തങ്കച്ചനും കഴിഞ്ഞില്ല. सुनील तंकचन से भी रहा नहीं गया. വേറെ ഇവിടുന്ന് ആരൊക്കെ കൊണ്ട് നടത്തില്ലോ, ആരെ കൊണ്ടും കഴിഞ്ഞില്ല. रहा नहीं गया. കർത്താവ് മിസ്റ്റർ പാസ്റ്റർ കോവിഡിനെ അയച്ചു. परमेश्वर ने मिस्टर पास्टर कोविड को भेज दिया. 200 വർഷം പഴയ ഡെബനം എന്ന് പറയുന്ന കട അങ്ങ് അടച്ചുപൂട്ടി. और 200 साल पुरानी वो जो दुकान थी डेबनन, वो दुकान ही बंद हो गई. പബ് മുഴുവൻ അങ്ങ് അടച്ചുപൂട്ടി. पब सब बंद हो गए. സിനിമാ തിയേറ്റർ മുഴുവൻ അടച്ചുപൂട്ടി. सिनेमा थिएटर बंद हो गए.
ആർക്കെങ്കിലും മനസ്സിലാകുന്നു കർത്താവിന്റെ പ്രവൃത്തി എത്ര ഗോചരമാണ്? क्या അത് कोई ഗെയിം സെന്റർ അടച്ചുപൂട്ടി. क्या कोई समझ पा रहा है परमेश्वर के काम कितने अद्भुत है? कई चीजें बंद हो गई वहां। ഫുട്ബോളിന് ആളില്ല. फुटबॉल में लोग नहीं, എവിടെയൊക്കെ ബിങ്കോയ്ക്ക് പ്ലേയിങ്ങിന് ആൾ കൂടി അവിടെ എല്ലാം അടച്ചിട്ടിരിക്കുക. जहां जहां बिंगो के लिए अन्य खेलों के लोग भीड़ इकट्ठा होती थी वो सब बंद हो गए। ട്രാവൽ ആൻഡ് ടൂറിസം അടച്ചുപൂട്ടി. लोग जो घूमने के लिए जाते थे वो सब बंद हुआ, എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി അടച്ചുപൂട്ടി. और मनोरंजन का जो क्षेत्र था वो भी मानो बंद हो चुका। വേശ്യാലയം അടച്ചുപൂട്ടി. वेश्यालय बंद हो गए। നിങ്ങൾ ആരെങ്കിലും ഒക്കെ സ്തോത്രം പറയുന്നു എന്ന് എന്റെ വിശ്വാസം. मैं विश्वास करता हूं कि आप में से कुछ लोग समझ पा रहे हैं, प्रभु को Yes, धन्यवाद दे रहे praise the हैं। Lord, praise the Lord, hallelujah. ഇംഗ്ലണ്ടിന്റെ കട്ടകളെ കർത്താവ് ഉടച്ചോണ്ടിരിക്കുക. और इंग्लैंड के अंदर परमेश्वर हस्तक्षेप कर रहा है और बदलाव को लेकर आ रहा है, അതിന്റെ കൂടെ ചർച്ച കളിക്കുന്നവരെയും കൂടെ കർത്താവ് അടച്ചുപൂട്ടി. और उसके अंदर कलीसिया का खेल खेलने वालों को भी परमेश्वर ने पकड़ लिया। എത്ര പേർക്ക് കർത്താവിന് സ്തോത്രം പറയാൻ കഴിയും? कितने लोग मिलकर प्रभु को धन्यवाद दे सकते हैं? ആ പാസ്റ്റർ ജെയിംസിന് കഴിയാത്തത് ദൈവം പാസ്റ്റർ കോവിഡിനെ കൊണ്ടങ്ങ് ജയിപ്പിച്ചു. पास्टर जेम्स जो नहीं कर पाया, परमेश्वर ने पास्टर कोविड के द्वारा करवा दिया। 2020 പോലെ മഹത്വകരമായ ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. 2020 के समान महिमामय वर्ष मेरे और आपके जीवनों में नहीं आया है। ഇപ്പൊ പ്രാർത്ഥിക്കുന്നവർക്ക് ഡിമാൻഡ് വെച്ചു തുടങ്ങി. अभी प्रार्थना करने वालों का डिमांड है। Praise God, praise God. Hallelujah. Real church is emerging. वास्तविक कलीसिया प्रकट हो रही है। എപ്പോഴാണോ മുന്നോട്ടുള്ള യാത്ര, when the going will get tough, we say the tough will go. प्रियो, जब मार्ग कठिन हो जाएगा, ऐसे कठिन समयों के अंदर जो असली है वो बाहर निकल कर आएगा। അതുകൊണ്ട് ക്രിസ്തുവിന്റെ തലയോട് ചേർന്ന് നിൽക്കുന്ന ആ ശരീരം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. मसीह रूपी सिर के साथ में कलीसिया रूपी देह यदि जुड़ जाएगी, वो आगे की ही और कदम को बढ़ाएगी। എത്ര പേർക്ക് സന്തോഷമുണ്ട്? कितने लोग आनंदित हैं आज? ഇവിടെ വാക്സിൻ വന്നവർക്ക്, വാക്സിൻ എടുത്തവർക്ക് പിന്നെയും കോവിഡ് വരുന്നു. और कई लोग जो हमारे देश में वैक्सीन उनको दिया गया लेकिन वापस उन्हें भी कोविड हो रहा है, അതിനായിട്ട് സ്തോത്രം. उसके लिए भी धन्यवाद, കാരണം അവൻ വാക്സിനിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കും. क्योंकि वे वैक्सीन पे भरोसा न करके परमेश्वर पे भरोसा करने पाए। നമ്മുടെ ചർച്ചിൽ കോവിഡ് വന്നവർക്ക് വീണ്ടും കോവിഡ് വന്നു. हमारी मंडली में ऐसे लोग जिनको कोविड आया था उन्हें वापस कोविड आया। ഒരു 25 വയസ്സുകാരൻ പറഞ്ഞു, एक 25 साल के जवान ने बोला, പാസ്റ്ററങ്ങളെ കോവിഡ് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് വന്നപ്പോൾ അവിടെ പിന്നെയും കോവിഡ്. कोविड के बाद में मैं नौकरी करने गया, वापस कोविड, അതുകൊണ്ട് ഇന്ന് പാസ്റ്ററങ്ങളോട് ഇരിക്കാൻ നോക്കുന്നു. സ്തോത്രം. और इसीलिए आज मैं आपके साथ बैठा हूं। നേരത്തെ സമയമില്ലായിരുന്നു, पहले समय नहीं था, ഇപ്പൊ അധികം പേർക്ക് സമയമുണ്ട്. अभी बहुत लोगों के पास समय है। നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് കർത്താവ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. प्रियो, जो बातें मैं मुझसे और आपसे नहीं हो रही थी वो परमेश्वर स्वयं हस्तक्षेप करके इन दिनों में करवा रहा है। എത്ര പേർക്ക് സന്തോഷമുണ്ട്? कितने लोग आनंदित हैं? മധ്യസ്ഥതയുമായി ബന്ധപ്പെട്ട ഒരു വചനം, मध्यस्थता के साथ में जुड़ा हुआ एक वचन, ഉൽപ്പത്തി 4:9. उत्पत्ति उसका 4 अध्याय और उसका 9वां पद। ആരെങ്കിലും ഒന്ന് വായിക്കുമോ? उत्पत्ति 4 उसका 9वां पद। तब यहोवा ने कैन से पूछा, तेरा भाई हाबिल कहां है? उसने कहा, मालूम नहीं, क्या मैं अपने भाई का रखवाला हूं? പിന്നെ യഹോവ കയീനോട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെ എന്ന് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല, ഞാൻ എന്റെ അനുജന്റെ കാവൽക്കാരനോ എന്ന് അവൻ പറഞ്ഞു. यहोवा ने कैन से पूछा, तेरा भाई हाबिल कहां है? उसने कहा, मालूम नहीं, क्या मैं अपने भाई का रखवाला हूं? ഇന്ന് രാത്രിയിൽ ദൈവം നിന്നോട് ചോദിക്കുന്നു, आज रात प्रभु आपसे पूछ रहा है, നിന്റെ സഹോദരൻ എവിടെയാണെന്ന് നിനക്കറിയാമോ? क्या आपको मालूम है आपका भाई कहां है? നിന്റെ സഭയിലെ എല്ലാവരും എവിടെയാണെന്ന് അറിയാമോ? आपकी कलीसिया के सहविश्वासी लोग कहां हैं, क्या आपको मालूम है? ദൈവസഭയിലെ സഹോദരന്മാർ എവിടെയാണെന്ന് അറിയാമോ? आपकी कलीसिया के भाई बहन कहां हैं, क्या आपको मालूम है? നീ അവന്റെ കാവൽക്കാരനാണ്, आप उनके रखवाले हैं, അത് നിനക്കറിയത്തില്ലേ? क्या आपको मालूम नहीं? അവന്റെ ജീവന് വേണ്ടി നീ കാവൽ നിൽക്കണം. उसके जीवन के लिए, उसकी प्राण रक्षा के लिए आपको रखवाली करनी है।
ഓ നീയാണ് അവന്റെ കാവൽക്കാരൻ. आप उसके रखवाले हो। ഇപ്പോൾ മനസ്സിലായോ നീ പ്രാർത്ഥിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഹൃദയം പൊടിയുന്നതെന്ന്? क्या आपको समझ में आ रहा है जब हम प्रार्थना करते हैं अन्य लोगों के लिए क्यों हमारा दिल टूटता है? നിന്റെ രക്തത്തിൽ നിന്ന് രക്തവും മാംസത്തിൽ നിന്ന് മാംസവുമായ ഒരാൾ എവിടെയാണ് നീ അറിയാതിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിനക്ക് ആ വേദനയോട് പ്രാർത്ഥിപ്പാൻ കാവൽ കാക്കുവാൻ കൃപ തരികയാണ്. आपके रक्त में का रक्त और मांस में का मांस, चाहे वो आपसे दूर होगा कहीं भी क्यों न होगा, लेकिन जब उसको तकलीफ होती है उस दर्द को समझते हुए प्रार्थना करना केवल रखवाला ही कर सकता है। പേരുകൊണ്ട് നമ്മൾ പരസ്പരം അറിഞ്ഞില്ലെങ്കിലും, नाम से शायद हम नहीं जानते होंगे, എവിടുന്നാണ് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് അറിഞ്ഞില്ലെങ്കിലും, कौन से जगहों से आप जुड़े हैं वो नहीं मालूम हो तो भी നീ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന പക്ഷം, आप मसीह की देह होने के कारण, നീ ദൈവ സഭയാകുന്ന പക്ഷം, आप परमेश्वर की कलीसिया होने के कारण നീ എന്റെ സഹോദരനാണ്. आप मेरे भाई हो, ഞാൻ നിന്റെ കാവൽക്കാരനുമാണ്. मैं आपका रखवाला हूं। എത്ര പേര് പറയും ഞാൻ കാവൽ കാക്കുന്നതിൽ വീഴ്ച ചെയ്യൂല, വീഴ്ച ഉണ്ടാകാൻ സമ്മതിക്കൂല. कितने लोग आज कहेंगे रखवाली करने में मुझसे चूक नहीं होगी, रक्षा करने में मुझसे चूक नहीं होगी। ഇടയന്മാരിടയ്ക്ക് ഹയേർഡ് ഹാൻഡ്സിനെ വിളിക്കും, കൂലിക്കാരെ വിളിക്കും. चरवाहे बीच बीच में वेतन देकर अन्य मजदूरों को बुलाते हैं। ഒരിടയന് തന്നെ ഇതെല്ലാം കൂടെ സൂക്ഷിക്കാൻ പ്രയാസം, ഒത്തിരി ആളുള്ളപ്പോ പ്രയാസമാണ്. बहुत सारी भेड़ है तब एक ही चरवाहा सारी भेड़ों को चरा नहीं पाता, പക്ഷെ വചനം പറയുന്നു അങ്ങനെയുള്ളവർ സിംഹം വരുമ്പോ ഓടിപ്പോവും. लेकिन वचन हमें कहता है कि जो मजदूर है वह शेर जब आएगा तब भाग खड़े होंगे। നമ്മൾ വേലക്കാരല്ല. हम मजदूर नहीं हैं। ദാവീദ് പറയുന്നു दाऊद कहता है ഒരിക്കൽ എന്റെ അപ്പന്റെ ആടിനെ പിടിക്കാൻ ഒരു സിംഹം വന്നു. मेरे पिता की भेड़ को पकड़ने के लिए एक बार एक सिंह आया, പിന്നെ ആ സിംഹം ഒരാടിനെ തൊടാൻ വന്നിട്ടില്ല. उसके बाद में फिर कभी वह शेर किसी भेड़ को नहीं पकड़ पाया। അവൻ വന്ന വഴി മറന്നുപോയി. जिस रास्ते से वो आया वो रास्ता ही भुला दिया मैंने। മറ്റൊരിക്കൽ ഒരു കരടി വന്നു. एक बार एक भालू आया था, അതവന്റെ അവസാനത്തെ വരവായിരുന്നു. वो उसका आखिरी रास्ता था, കാരണം ഇടയനായി നിൽക്കുന്ന ഞാനാണ്. क्योंकि चरवाहा मैं हूं। എത്ര പേർ പറയും ധൈര്യത്തോടെ ഞാൻ കാവൽ കാക്കുമ്പോൾ എന്റെ സഹോദര വൃന്ദങ്ങൾക്ക് ഒന്നും സംഭവിപ്പാൻ ഞാൻ ഇടവരുത്തുകയില്ല. कितने लोग आज ये कहने पाएंगे जब मैं रखवाली कर रहा हूं मेरे भाई बहनों के जीवन में कोई हानि होने की अनुमति मैं नहीं दूंगा। അനന്യാസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, हनन्याह प्रार्थना कर रहा है, കർത്താവേ ശൗൽ വരുന്നുണ്ട്, प्रभु शाऊल आ रहा है, അവൻ എന്നെ പിടിക്കരുത്, वह मुझे नहीं पकड़े, ദമസ്കോസിലെ ഞങ്ങളുടെ സഭയിലെ ഒന്നിനെയും തുടരുത്. दमिश्क के हमारी मंडली के एक भी व्यक्ति पर हाथ नहीं डालना है। वो വചനം പറയുന്നു ശൗലിന്റെ പ്രാർത്ഥനയുടെ റേഞ്ചിന്റെ അരികിലെത്തിയപ്പോൾ ശൗൽ താഴെ വീണു. और हम देखते हैं कि हनन्याह की उस प्रार्थना के उस सीमा के उस प्रभाव क्षेत्र के अंदर शाऊल ने कदम रखते ही शाऊल घोड़े पर से नीचे गिर गया। അനന്യാസ് ദമസ്കോസിലെ ശിഷ്യനാ. हनन्याह दमिश्क का चेला था। ദമസ്കോസിലെ സഹോദരങ്ങളുടെ ഉത്തരവാദിത്വം അനന്യാസ് ഏറ്റെടുത്തിട്ടുണ്ട്. दमिश्क के भाइयों की जवाबदारी हनन्याह ने उठा ली। അവിടെ ഒരു ശൗലും ഒന്ന് കളിക്കാൻ അനന്യാസ് അനുവദിക്കത്തില്ല. वहां पर शाऊल का खेल चलने की अनुमति हनन्याह नहीं देगा। എത്ര പേർക്ക് സന്തോഷമുണ്ട്? कितने लोग आनंदित हैं आज इस बात से? നിങ്ങൾ ഇന്ന് ചെയ്യുന്നത് സഭയുടെ കാവലാണ്. आप क्या कर रहे हैं? आप कलीसिया की रखवाली कर रहे हैं। യേശു തന്റെ സ്വന്തം രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ സഹോദരങ്ങളുടെ കാവലാ നിങ്ങൾ ചെയ്യുന്നത്. यीशु मसीह ने अपने लहू से मोल देकर खरीदे हुई कलीसिया की रखवाली कर रहे हैं आप। അതുകൊണ്ട് നിങ്ങൾ പല ടൈം സോണിൽ ചിലടത്തൊക്കെ അർദ്ധരാത്രിയായിട്ടും ഉറങ്ങാതെ കേട്ടുകൊണ്ടിരിക്കുന്നത്. और इसीलिए अलग अलग जगहों से अलग अलग देशों से कहीं आधी रात कहीं दोपहर का समय आप जुड़े हुए हैं इस सभा में। യേശു ക്രിസ്തു സ്വർഗത്തിൽ ഇന്ന് ചെയ്യുന്ന ശുശ്രൂഷ നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. यीशु मसीह स्वर्ग में आज जो सेवा कर रहे हैं वही सेवा आप अभी इस समय कर रहे हैं। നമ്മൾക്ക് കഥ അറിയാം, അനന്യാസിനെ ശൗൽ തോട്ടില്ല. हमें मालूम है शाऊल हनन्याह पर हाथ नहीं डाल पाया, ഡമസ്കോസിലെ ഒരു ശിഷ്യനെ തോട്ടില്ല. दमिश्क के एक भी चेले पर वह हाथ नहीं डाल पाया।
പിന്നെ അനന്യാസ് വന്ന് പ്രാർത്ഥിച്ചപ്പോഴാ ശൗല് കണ്ടു തുടങ്ങിയത്. वहां क्या हुआ? हनन्या को जाना पड़ा, शाऊल के ऊपर हाथ रखकर प्रार्थना करना पड़ा ताकि उसकी आंखों में रोशनी आ सके. 3 ദിവസമായി ചോറ് വിളമ്പി കൊടുത്തത് അനന്യാസ് ഉപവാസമായിരുന്നു. 3 दिन तक हनन्या उसे भोजन खिला रहा था, उपवास था. എതിരെ വന്നവനെ സ്നാനപ്പെടുത്തി കയറ്റിയത് അനന്യാസാ. जो विरोध में आया था, सताने के लिए आया था, उसको बपतिस्मा देकर बाहर निकाला हनन्या ने. ആ അനന്യാസിന്റെ ശിഷ്യനായി പൗലോസ്. उस हनन्या का चेला बन गया पौलुस. നീ മധ്യസ്ഥ പ്രാർത്ഥന വഹിക്കുമ്പോ ഒരുപക്ഷെ ആരും നിന്റെ മൈൻഡ് ചെയ്യുന്നില്ലായിരിക്കും. प्रियो, यदि एक मध्यस्थता की सेवकाई में आप समय को व्यतीत करते हैं, हो सकता कोई आपको स्थान न दे, कोई आपको इज्जत न दे, എന്നാൽ നീ നിന്റെ ആട്ടിൻകൂട്ടങ്ങളുടെ കാവൽ കാക്കുകയാണ്. लेकिन आप आपके जो भेड़े हैं उस भेड़ के झुंड की रखवाली कर रहे हैं. ശൗലിനെ പോലെ ഒരു സിംഹം വന്നാൽ शाऊल के समान एक शेर आ जाए तो, അവൻ നിന്റെ ആട്ടിൻകൂട്ടിയിൽ ഒന്നിനെ പിടിച്ചാൽ और यदि वह आकर आपकी भेड़ों में से एक भेड़ को पकड़ ले तो, അതിനെ ജീവൻ കളഞ്ഞ് വായിൽ നിന്ന് വിടുവിപ്പാൻ ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേലുണ്ട്. और उसके मुंह से उस भेड़ को निकालने का अभिषेक परमेश्वर ने आपके हाथों में दिया है. ഡെമസ്കോസിന്റെ പടിവാതിൽക്ക് വരെ ശൗൽ വേറൊരു മനുഷ്യനായിരുന്നു. दमिश्क के उस फाटक से पहुंचने से पहले शाऊल अलग एक व्यक्तित्व था. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഡെമസ്കോസ് വരെ ശൗലും അത് കഴിഞ്ഞ് പൗലോസുമായിരുന്നു. हम अक्सर कहते हैं कि दमिश्क तक वो शाऊल, उसके बाद पौलुस बन गया. അതൊരു മിസ്റ്റേക്കാണ്. वो थोड़ी गलत है. ശൗലിന്റെ പേര് പൗലോസായിട്ട് മാറിയില്ല. शाऊल का नाम पौलुस नहीं बना. ശൗൽ എന്ന പേര് ഹിബ്രു ലാംഗ്വേജിലെ പേരാണ്. शाऊल इब्रानी भाषा का एक पद है. അത് ഗ്രീക്കിൽ വരുമ്പോൾ പൗലോസ് ആയെന്ന് മാത്രമേ ഉള്ളൂ. और जब वो यूनानी में आता है, यूनानी स्थानांतरण में वो पौलुस हो जाता है. യാക്കോബ് ഹിബ്രുവിൽ, ജെയിംസ് ഗ്രീക്കിൽ. ഈ വ്യത്യാസം. और याकूब इब्री शब्द है, जेम्स यूनानी शब्द है. ആ വ്യത്യാസമേ ഉള്ളൂ. उस प्रकार का भाषाई फर्क है. താൻ പേരൊന്നും മാറിയില്ല. नाम नहीं बदल रहा, പക്ഷെ സിംഹത്തെ പോലെ മൃഗീയമായവൻ കുഞ്ഞാടിനെ പോലെ അനുസരണമുള്ളവനായി തീർന്നു. लेकिन शेर के समान जो व्यक्ति हिंसक था, एक भेड़ के समान वो व्यक्ति नम्र हो गया. മധ്യസ്ഥ പ്രാർത്ഥനയുടെ ബലം. प्रियो, मध्यस्थता की प्रार्थना का सामर्थ्य. നിന്റെ ആടിനെ പിടിക്കാൻ വരുന്നവനിൽ നിന്ന് ആടിനെ വിടുവിക്കുന്നവൻ മാത്രമല്ല, നീ आपकी भेड़ को पकड़ने आने वाले के हाथ से अपनी भेड़ को न केवल बचाने वाला है तू, ആ സിംഹത്തെ ആടാക്കുന്നവനാ നീ. लेकिन उस शेर को, सिंह को भी भेड़ के समान रूपांतरित करने वाला है आप. അതുകൊണ്ട് ഹൃദയഭാരത്തോടെ തന്നെ മധ്യസ്ഥ തുടരുക. और इसीलिए उस बोझ के साथ में अब मध्यस्थता की प्रार्थना में लगे रहिए. വചനം പറയുന്നു, കായിനോട് ദൈവം ചോദിച്ചു, നീ എവിടെ? कैन से प्रभु पूछता है, तू कहां है? നിന്റെ സഹോദരൻ എവിടെ? तेरा भाई कहां है? അവൻ പറയുന്നു, ഞാൻ അറിയുന്നില്ല. वो कहता है, मालूम नहीं. ഒരു പക്ഷെ നിനക്കും ആ ഉത്തരം പറയാൻ കഴിയും, ഞാൻ അറിയുന്നില്ല. आप भी कह सकते मालूम नहीं. ലോകത്തിൽ 10 കോടി ജനങ്ങളെങ്കിലും ഇപ്പോൾ അഫ്ലിക്റ്റഡ് ആയി. आज संसार में 10 करोड़ से अधिक लोग कोविड से प्रभावित हो चुके हैं. നിനക്കും കൈ കഴുകി അറിയത്തില്ലെന്ന് പറഞ്ഞു പോകാം. आप भी कह सकते मुझे ताली बजाना नहीं आता. എന്നാൽ അറിയത്തില്ലെന്ന് പറഞ്ഞവൻ സഹോദരന്റെ മർഡറായി, കൊലപാതകനായി എന്ന് മറന്നു പോകരുത്. लेकिन इस बात को भूलना मत, जिसने कहा मालूम नहीं, वह अपने भाई का हत्यारा बन बैठा. കാവൽ കാക്കുവാൻ കഴിയാത്ത നീ നിന്റെ സഹോദരന്റെ കൊലപാതകനാകുവാൻ സാധ്യതയുണ്ട്. प्रियो, यदि मैं और आप रखवाली नहीं करेंगे, हम अनजाने में हत्यारे बन जाएंगे हमारे भाई बहनों की. സിംഹം വന്നതുകൊണ്ടല്ല ആട് പോയത്. शेर आने के कारण भेड़े नहीं गई. ജീവൻ കൊടുത്ത് സൂക്ഷിപ്പാൻ ഇടയനില്ലാഞ്ഞത് കൊണ്ട് ആട് പോയത്. जीवन देकर बचाने के लिए चरवाहे की अनुपस्थिति के कारण भेड़े तितर बितर हो गई. വചനം പറയുന്നു, സിംഹത്തിന്റെ വായിൽ നിന്ന് ഞാൻ ആടിനെ വിടുവിച്ചു. वचन कहता है कि शेर के मुंह में से मेरी भेड़ को मैंने निकाल दिया. അതപ്പോ എന്റെ നേരെ തിരിഞ്ഞു. और वह जब मेरे सामने आ गया. ആടിനെ വിടുവിക്കുന്ന അത്ര ഈസിയായ കാര്യമല്ല. भेड़ों को छुड़ाना इतना आसान काम नहीं है. മധ്യസ്ഥ പ്രാർത്ഥന അത്ര ഈസിയായ കാര്യമല്ല. मध्यस्थता की प्रार्थना इतना आसान कार्य नहीं है.
നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നിനക്ക് അവർക്ക് വിരോധമായി നിൽക്കുന്നവർ നിനക്ക് വിരോധമാകുവാൻ സാധ്യതയുണ്ട്. आप यदि आपके भाई के लिए जब प्रार्थना करते हैं तो जो आपके भाई के विरोध में है वो आपके विरोध में आके खड़े हो जाएंगे. പക്ഷെ നീ ക്രിസ്തുവിന്റെ ശരീരമാണ്. लेकिन आप मसीह की देह हो. നിന്നെ തൊടുന്നവൻ ദൈവത്തിന്റെ കൺമണിയെ തൊടുന്നു. जो आपको छूता है वो परमेश्वर की आंखों की पुतली को छूता है. നിന്നെ നോവിച്ചാൽ ക്രിസ്തുവിന് നോവും. यदि कोई आपको दर्द देगा, पीड़ा पहुंचाएगा, तो मसीह को दर्द होगा, पीड़ा होगी. സിംഹമൊക്കെ ശരിയാ, പക്ഷെ എന്റെ നേരെ തിരിഞ്ഞപ്പോ, शेर वगैरह ठीक है, लेकिन जब वो मेरे सामने आया, കരടിയൊക്കെ ശരിയാ, പക്ഷെ എന്റെ നേരെ തിരിഞ്ഞപ്പോ, भालू वगैरह ठीक है, लेकिन जब वो मेरी ओर आया, എന്റെ ആടിന് നേരെ തിരിഞ്ഞപ്പോ, मेरी भेड़ों के सामने जब वो आया, ഞാൻ പിന്നെ എന്റെ ജീവൻ നോക്കിയില്ല. फिर मैंने मेरे प्राण की परवाह नहीं की. എത്ര പേർക്ക് സന്തോഷമുണ്ട്? कितने लोग आनंदित हैं आज? നമുക്ക് വേണ്ടി ജീവൻ കളഞ്ഞ ക്രിസ്തുവിന്റെ ശരീരമാണ് നമ്മൾ. मेरे लिए और आपके लिए अपना जीवन त्यागे हुए यीशु मसीह के देह है, शरीर है मैं और आप. നാം നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത് അവർക്ക് വേണ്ടി കാവൽ നിൽക്കണം. हमें अपने भाइयों के लिए प्राण देना भी पड़ जाए तो प्राण देकर भी उनकी रखवाली करना है. സംഖ്യ പുസ്തകം 16 അധ്യായത്തിലേക്ക് വരാം. गिनती उसके 16वें अध्याय में हम आएंगे. അവിടെ ദൈവസഭ ദൈവ അധികാര സ്ഥാനങ്ങൾക്ക് വിരോധമായി സംസാരിച്ചതായി കാണുന്നു. और वहां पर 16वें अध्याय में, गिनती 16वें अध्याय में हम देखते हैं कि प्रभु के लोग प्रभु के द्वारा ठहराए गए अधिकारों के खिलाफ बलवा करते हैं और विरोध में बात करते हैं. നല്ല വിരോധമായി നിന്നവരെല്ലാം കർത്താവ് തീയിട്ട് ചുട്ടുകളഞ്ഞു. लेकिन जो प्रभु के विरोध में थे, प्रभु ने उन्हें आग में जला डाला. 41 വാക്യം. 41वां पद. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിറ്റേന്നാൾ ഇസ്രായേൽ മക്കളുടെ സഭയെല്ലാം മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. दूसरे दिन इजरायलियों की सारी मंडली यह कहकर मूसा और हारून पर बुड़बुड़ाने लगी നിങ്ങൾ യഹോവയുടെ ജനത്തെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞു. कि यहोवा की प्रजा को तुमने मार डाला है. ഇങ്ങനെ മോശയ്ക്കും അഹരോനും വിരോധമായി സഭ കൂടിയപ്പോൾ और जब मंडली के लोग मूसा और हारून के विरुद्ध इकट्ठे हो रहे थे, അവർ സമാഗമന കൂടാരത്തിന് നേരെ നോക്കി. तब उन्होंने मिलाप वाले तंबू की ओर दृष्टि की മേഘം അതിനെ മൂടി യഹോവയുടെ ദേശം പ്രത്യക്ഷമായിരിക്കുന്നത് കണ്ടു. और देखा कि बादल ने उसे छा लिया है और यहोवा का तेज दिखाई दे रहा है. അപ്പോൾ മോശയും അഹരോനും സമാഗമന കൂടാരത്തിന്റെ മുമ്പിൽ ചെന്നു. तब मूसा और हारून मिलाप वाले तंबू के सामने आए. യഹോവ മോശയോട് ഈ സഭയുടെ മധ്യേ നിന്ന് മാറിപ്പോകുവിൻ. तब यहोवा ने मूसा और हारून से कहा, तुम उस मंडली के लोगों के बीच से हट जाओ ഞാൻ അവരെ ക്ഷണത്തിൽ സംഹരിക്കുമെന്ന് അരുളി ചെയ്തു. कि मैं उन्हें पल भर में भस्म कर डालूं. അപ്പോൾ അവർ കവിണ് വീണു. तब वे मुंह के बल गिरे. ഇവിടെ സാത്താൻ അല്ല ജനങ്ങളെ കൊല്ലാൻ വന്നത്. आप देखिए, शैतान यहां पर लोगों को मारने के लिए नहीं आया. ഇവിടെ യഹോവ തന്നെ തന്റെ കോപത്തോടെ വരികയാണ്. यहां पर यहोवा परमेश्वर स्वयं क्रोध के साथ में आ रहा है തന്റെ സ്നേഹിതരോട് വാണിംഗ് കൊടുത്ത് സഭയുടെ മധ്യേ നിന്ന് ഓടിപ്പോകുവിൻ. और अपने मित्रों को वो कह रहा है कि मंडली के बीच में से तुम हट जाओ ताकि मैं इन्हें भस्म कर दूं. പക്ഷെ തലയെ നന്നായിട്ട് അറിയാവുന്ന ഒരു ശരീരം അവിടെ ഉണ്ടായിരുന്നു. लेकिन सिर को भली भांति जानने वाला एक शरीर वहां था. എന്താണ് തല ഉദ്ദേശിക്കുന്നത് നന്നായിട്ട് ശരീരത്തിന് അറിയാമായിരുന്നു. सिर की इच्छा क्या है वो शरीर भली भांति जानता था. ശരീരം കവിണ് വീണു. शरीर मुंह के बल गिर गया. ഇനി മോശയെയും അഹരോനെയും സംഹരിക്കാതെ ദൈവത്തിന് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. मूसा और हारून को मारे बगैर या उनका सामना किए बगैर अब प्रभु कुछ नहीं कर सकता. അവരുടെ മുമ്പിൽ മരിച്ചവരുടെ ഒരു വലിയ കൂട്ടം, उनके सम्मुख मरे हुओं का एक बहुत बड़ा समूह അവരുടെ പിൻപിൽ മരിക്കാൻ ഇരിക്കുന്നവരുടെ ഒരു വലിയ കൂട്ടം, और उनके सामने की ओर ऐसे लोगों का समूह जो मृत्यु की कगार पर है കൊല്ലാൻ ദൈവം ഇറങ്ങി നിൽക്കുകയാണ്. और उनको मारने के लिए, संहार करने के लिए यहोवा परमेश्वर उतर खड़ा है. എന്നിട്ടും മോശ മാറിയില്ല. लेकिन मूसा नहीं हट रहा. മോശയ്ക്ക് ദൈവത്തിന്റെ ഹൃദയം അറിയാം. मूसा प्रभु के हृदय को जानता है. എന്റെ ജീവൻ പോകാതെ എന്റെ ആടുകളുടെ ജീവൻ പോകില്ല. जब तक मैं बीच में हूं, पहले मैं मेरे जीवन को त्यागूंगा, इसके बाद मेरी भेड़ें मारी जाएगी. 46 വാക്യം. മോശ അഹരോനോട് 46वें पद में हम देखते हैं कि मूसा हारून से, നീ ധൂപകലശമെടുത്ത് അതിൽ യാഗപീഠത്തിലെ തീയിട്ട്
धूपदान को लेकर उसमें वेदी पर से आग रखकर ധൂപവർഗം ഇട്ട് വേഗത്തിൽ സഭയുടെ മധ്യേ ചെന്ന് അവർക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കുക. उस पर धूप डाल, मंडली के पास फुर्ती से जाकर उसके लिए प्रायश्चित कर. സഭയുടെ മധ്യേ ചെന്ന് അവർക്ക് വേണ്ടി യഹോവയുടെ സന്നിധിയിൽ നിന്ന് ക്രോധം പുറപ്പെട്ട് ബാധ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. क्योंकि यहोवा का कोप अत्यंत भड़का है और मरी फैलने लगी है. ഇവിടെ മോശയ്ക്ക് യഹോവയുടെ ആലോചന കിട്ടിയിരുന്നോ അറിയത്തില്ല. क्या यहां पर मूसा ने प्रभु की बात को सुना था? हमें नहीं मालूम. മോശയ്ക്ക് ദൈവത്തിന്റെ ആലോചന കിട്ടിയാൽ ഇടയിൽ ദൈവത്തിന്റെ ഹൃദയം മോശയ്ക്ക് അറിയാം. मूसा प्रभु की बात को सुने या न सुने, मूसा को प्रभु का दिल मालूम था. 47 വാക്യം, 47वां पद. മോശ കൽപ്പിച്ചതുപോലെ मूसा की आज्ञा के अनुसार അഹരോൻ കലശമെടുത്തു സഭയുടെ നടുവിലേക്ക് ഓടി. हारून धूपदान लेकर मंडली के बीच में दौड़ा गया ബാധ ജനത്തിന്റെ ഇടയിൽ തുടങ്ങിയിരിക്കുന്നത് കണ്ടു. और यह देखकर कि लोगों में मरी फैलने लगी है, ധൂപം കാട്ടി ജനത്തിനു വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചു. उसने धूप जलाकर लोगों के लिए प्रायश्चित किया. മരിച്ചവർക്കും ജീവനുള്ളവർക്കും നടുവിൽ നിന്നപ്പോൾ ബാധ നിന്നു. और वह मुर्दों और जीवित के मध्य में खड़ा हुआ, तब मरी थम गई. എത്ര പേർക്ക് മനസ്സിലാകുന്നു? कितने लोग समझ पा रहे हैं? വന്നത് കോവിഡ് അല്ലെന്ന്, जो आया वो कोविड नहीं था, വന്നത് ദൈവമാ. जो आया वो परमेश्वर था. ക്രോധ കലശവുമായി വന്ന ദൈവത്തെ തടയാൻ ആർക്ക് കഴിയും? മധ്യസ്ഥന് കഴിയും. क्रोधित होकर आए हुए परमेश्वर का सामना कौन कर सकता है? उसे कौन रोक सकता है? केवल मध्यस्थ. കൊല്ലാൻ നിൽക്കുന്ന ദൈവത്തെ തടയാൻ ആർക്ക് കഴിയും? मारने के लिए आए हुए परमेश्वर को कौन रोक सकता है? वह जो मध्यस्थता करता है. പക്ഷെ നീ എന്ത് ചെയ്യണം? लेकिन आपको क्या करना है? ധൂപം കാട്ടി ജനത്തിനു വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. धूप लेकर लोगों के लिए प्रायश्चित करना है. മരിച്ചവർക്കും ജീവനുള്ളവർക്കും നടുവിൽ നിൽക്കണം. मुर्दों और जीवितों के मध्य में खड़ा होना है. എന്നാലേ ബാധ അടങ്ങും. यदि खड़ा होगा तो ही मरी थमेगी. ദൈവത്തിന്റെ ക്രോധം നീ ഏറ്റെടുക്കണം. परमेश्वर का क्रोध तुझे स्वीकारना है. അപ്പൊ മരിച്ചത് മതി, मरना बहुत हो गया, കൊന്നത് മതി. बहुत हो गया जो तूने लोगों को मारा. ഈ ജനത്തെ വിടുവിക്കണമെന്ന് अब इन लोगों को तू छुड़ा ले. കഴിഞ്ഞ 13 മാസമായി ജനം മരിക്കുകയാണ്. पिछले 13 महीने से लोग मर रहे हैं. ഇനി ഞാൻ മരിക്കട്ടെ, അത് കഴിഞ്ഞ് ജനം മരിച്ചാൽ മതി. प्रभु अब मेरी मृत्यु होने दो, इसके बाद लोग मरने पाए. ഞാൻ വിശ്വസിക്കുന്നു ഇത് സഭയുടെ ഒരു പരിച്ഛേദമാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. मैं विश्वास करता हूं कि कलीसिया का एक समूह यहां पर जुड़ा हुआ है. എല്ലാവരും ഒന്നും പ്രാർത്ഥിക്കാൻ പോയില്ല. सबके लिए प्रार्थना करने नहीं गए. അഹരോന്റെ ഒറ്റ പ്രാർത്ഥന, हारून की एक प्रार्थना. 14,700 പേര് മരിച്ച സ്ഥാനത്ത് ബാധ നിന്നു. जहां पर 14,700 लोग मरी से मर गए थे, वहीं पर मरी थम गई. എത്ര പേർക്ക് മനസ്സിലാകുന്നു? കോവിഡ് എത്ര കോടി ജനങ്ങളെ കൊന്നു? कितने लोग समझ पा रहे कोविड से कितने करोड़ों लोगों की मृत्यु हुई? നമ്മൾ അതിന്റെ നടുവിൽ നിൽക്കാൻ പോവുകയാണ്. लेकिन हम उसके मध्य में खड़े होने जा रहे हैं. നമ്മൾ ഇടം വലം മാറാൻ പോകുന്നില്ല. हम दाएं बाएं न हिलेंगे. നമ്മൾ പ്രായശ്ചിത്തം കഴിക്കാൻ പോവുകയാണ്. हम प्रायश्चित करने जा रहे हैं. ധൂപം കാട്ടുവാൻ പോവുകയാണ്. हम धूप निकालने जा रहे हैं. ആ ധൂപ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. और वो धूप क्या है? मध्यस्थता की प्रार्थना. മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പക്ഷം പിടിച്ചു പ്രാർത്ഥിക്കുക. और मध्यस्थता या बिचवई का अर्थ है कि एक पक्ष को पकड़कर प्रार्थना करना. പക്ഷം പിടിച്ചു വാദിക്കുക. एक पक्ष को पकड़कर उसके बचाव के लिए प्रार्थना में जुड़ जाना. കായിനോട് ചോദിച്ചു, ആബേൽ എവിടെ? कैन से पूछा, आदम कहाँ है? हाबिल कहाँ है? ആബേൽ എവിടെ? हाबिल कहाँ है? ആബേലിനെ കൊല്ലാൻ വരുന്നവന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ടവനാണ് കായിൻ. हाबिल को मारने आने वाले के हाथ से हाबिल को बचाने वाला होना चाहिए था कैन. കാരണം അവർ തമ്മിൽ സഹോദരങ്ങളാണ്. क्योंकि वे दोनों भाई थे. ഒരമ്മയുടെ മക്കളാണ്, एक ही माँ के बच्चे, ഒരപ്പന്റെ മക്കളാണ്, एक ही पिता के बच्चे, ഒറ്റ രക്തമാണ്, एक ही लहू के भाग, ഒറ്റ കുടുംബത്തിലെ അംഗമാണ്. एक ही परिवार के अंग. അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കേണ്ടതല്ലേ? കാവൽ കാക്കേണ്ടതല്ലേ? यदि ऐसा है तो रखवाली करना कितना महत्वपूर्ण था. എന്നാൽ അവന് കാവൽ കാക്കുവാൻ താല്പര്യമില്ലായിരുന്നു.
लेकिन वो रखवाली करना वो नहीं ഒടുവിൽ चाहा। ഒടുവിൽ കുലപാതകനാകേണ്ടി വന്നു. अंत में वो हत्यारा बन गया। ഇവിടെ മോശയും അഹ്റോനും ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? यहाँ पर मूसा और हारून किसके लिए प्रार्थना कर रहे हैं? തങ്ങൾക്ക് വിരോധികളായവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. जो उनके विरोध में थे, जो उनके विरुद्ध बलवा कर रहे थे, उनके लिए प्रार्थना कर रहे हैं। തങ്ങളുടെ അഭിഷേകത്തെ ചോദ്യം ചെയ്തവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. उन लोगों के लिए जिन्होंने उनके खिलाफ उंगली उठाई थी, തങ്ങളുടെ ശുശ്രൂഷ ശരിയല്ലെന്ന് പറഞ്ഞവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. उनकी सेवकाई गलत है ऐसा जिन्होंने बोला, उनके लिए ये प्रार्थना कर रहे हैं। തങ്ങളുടെ അധികാരത്തെയും സ്ഥാനത്തെയും ചോദ്യം ചെയ്തവർക്കെതിരായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. उसके अधिकार और उसके पद को और उसके चुनाव के सम्मुख प्रश्न उठाए हुए लोगों के लिए वो मध्यस्थता कर रहा है। നമ്മൾ മധ്യസ്ഥ വഹിക്കുമ്പോൾ നമുക്കൊരു രക്തത്തിന്റെ ബന്ധം ഉണ്ടായിരിക്കട്ടെ. जब हम मध्यस्थता की प्रार्थना करते हैं, एक लहू का बंधन हमारे जीवन में आने पाए। കയീൻ പറഞ്ഞു ഞാൻ അറിയുന്നില്ല. कैन ने बोला मुझे नहीं मालूम, എന്നാൽ ഇന്ന് രാത്രി നീ പറയട്ടെ ഞാൻ അറിയുന്നു. लेकिन आज रात में और आप बोलने पाए मुझे मालूम है। എന്റെ ജീവൻ പോകാതെ ഞാൻ എന്റെ സഹോദരനെ കൊല്ലാൻ വിടത്തില്ല. जब तक मैं जीवित हूं, मेरे भाई के ऊपर कोई हमला होने की अनुमति मैं नहीं दूंगा। ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, അനന്യാസിന്റെ അഭിഷേകം ചിലരുടെ മേൽ വെളിപ്പെടുന്നുണ്ട്. आत्मा में मैं नबूवत करना चाहूं, हनन्या का अभिषेक अभी कुछ लोगों के ऊपर उतर रहा। കൊല്ലാൻ വന്നവനെ ശിഷ്യനാക്കുന്ന അഭിഷേകം, जो आपको मारने आ रहे हैं उन्हें चेला बनाने वाला अभिषेक, തടവിലാക്കാൻ വന്നവൻ നിന്റെ കൈകളെ കഴുകേണ്ടതിന് വെള്ളം ഒഴിച്ചു തരത്തക്കോണം ആടിനെ പോലെയാക്കുന്ന ഒരു അഭിഷേകം, जो आपको बंदी गृह में डालने आ रहा है उसके जीवन को इस कदर रूपांतरित करना कि वो आपके हाथों में पानी डालने वाला बन जाए, ऐसा एक अभिषेक। അഹരോൻ ധൂപകലശം പിടിച്ചുകൊണ്ട് ജീവന്റെയും മരണത്തിന്റെയും മധ്യ നിൽക്കുകയാണ്. हारून धूपदान लेकर जीवितों और मुर्दों के बीच में खड़ा है। കൊല്ലാൻ അയക്കപ്പെട്ട ദൈവത്തിന്റെ സംഹാരദൂതൻ ആരോന്റെ മുന്നിൽ നിൽക്കുകയാണ്. और मारने के लिए भेजा गया संहारक हारून के सामने खड़ा है। ആർക്കാണ് ശക്തി കൂടുതൽ? किसमें ताकत ज्यादा है? യാക്കോബ് അപ്പോസ്തലൻ എഴുതി കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. और याकूब प्रेरित इस प्रकार से कहता है कि करुणा या प्रभु की जो दया है वो न्याय के ऊपर या दंड के ऊपर विजय को पाती है। അത് ചെറിയ പ്രവാചക പുസ്തകത്തിൽ എടുത്തതാണ്. और वह माइनर प्रॉफिट्स के अंदर से लिया हुआ पद है। കൊല്ലാൻ വന്ന ദൈവത്തെ കരുണയിൽ മധ്യസ്ഥതയിൽ തടയുന്നൊരാരോൻ, और मारने के लिए उठ कर आए हुए परमेश्वर को करुणा और दया के द्वारा रोकने वाला कौन है? നമുക്ക് വേണ്ടത് വലിയ സന്ദേശമല്ല. प्रियो, हमें एक बड़ा संदेश नहीं चाहिए इन दिनों में। നമ്മളെല്ലാവരും പ്രസംഗരാണ്. हम सब प्रचारक लोग हैं। നമുക്ക് വേണ്ടത് അല്പം കൂടെ ആഴമേറിയ ഒരു സത്യമാണ്. हमें एक गहरी सच्चाई की जरूरत है। നമുക്ക് കഴിയുമെങ്കിൽ ഇന്ന് പകൽ ഒരു ഉടമ്പടി എടുക്കാം. आज रात को एक वाचा के अंदर हम आ जाए। നമ്മുടെ കുടുംബത്തിലുള്ള ആരും ഇനി പട്ടുപോകാൻ നമ്മൾ സമ്മതിക്കത്തില്ല. हमारे परिवार में से एक भी नाश होने की अनुमति अब हम न देंगे। Let there be a blood covenant with our family. हमारे परिवार के साथ में लहू का एक वाचा के संबंध में आज आप आ जाए। യേശു ക്രിസ്തു പറയുന്നു, മധ്യസ്ഥ വഹിപ്പാൻ ഒരുത്തരുണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കും. और यीशु मसीह कहता है कि मध्यस्थता करने के लिए एक भी व्यक्ति हो तो मैं क्षमा करने को तैयार हूं। ഉടമ്പടി, ജീവന്റെ ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരുത്തരുണ്ടെങ്കിൽ ക്ഷമിക്കുമത്രേ. जीवन की वाचा को समझकर खड़ा रहने वाला एक व्यक्ति भी हो तो मैं क्षमा करूंगा। മറ്റൊരു മീറ്റിംഗും കൂടി കൂടി എന്ന് വരാതിരിപ്പാൻ ഒരു ഉടമ്പടിയോട് നമുക്ക് മുന്നേറാം. और एक और सभा की बात नहीं, एक वाचा के साथ में हम खड़े होने पाए। കായീന് ഹാബേലുമായിട്ട് ഉടമ്പടി ഇല്ലായിരുന്നു. कैन और हाबिल के बीच में वाचा नहीं थी। ഹാബേലിന് കായീനുമായി ഉടമ്പടി ഉണ്ടായിരുന്നു. हाबिल के पास में कैन के साथ में एक वाचा था। അതുകൊണ്ടാണ് വിളിച്ചപ്പോൾ വയലിലേക്ക് പോയത്. और इसीलिए जब कैन ने बुलाया, हाबिल उसके साथ जाने को तैयार हो गया। കായീനും ഹാബേലുമായിട്ട് ഉടമ്പടി ഉണ്ടായിരുന്നു. कैन और हाबिल के बीच में भी वाचा थी, എന്നാൽ അവനത് സൂക്ഷിച്ചില്ല, ബ്രേക്ക് ചെയ്തു. लेकिन कैन ने उस वाचा की रखवाली नहीं की, उसे तोड़ डाला അവൻ ലോകത്തിലെ ആദ്യ കുലപാതകനായി മാറി. और वह पहला हत्यारा बन गया जगत में। നീ ഇതിൽ ഏതിൽ പെടും? കാവൽക്കാരനോ കുലപാതകനോ? आप रखवाला हो या हत्यारा हो। നിനക്ക് കാവൽ കാക്കണമെങ്കിൽ, ജീവൻ കളഞ്ഞ് കാവൽ കാക്കണമെങ്കിൽ ഒരു രക്ത ഉടമ്പടി ആവശ്യമാണ്. यदि प्राण भी देना पड़ जाए,
रक्त भी बहाना पड़ जाए और वहां पर रखवाली करनी है तो लहू की एक वाचा में आना जरूरी है। ജീവനും മരിച്ചവർക്കും ഇടയിൽ നിന്നു जीवितों और मुर्दों के बीच में मध्य में खड़ा हुआ। നീ ദൈവമക്കൾക്ക് വേണ്ടി കരയുമ്പോൾ ജീവന്റെയും സംഹാരകന്റെയും നടുവിൽ നിൽക്കുകയാണ്. जब आप अन्य लोगों के लिए आंसू बहाते हैं, आप जीवितों और मुर्दों के बीच में अपने आप को खड़ा करते हो। നമുക്ക് പ്രാർത്ഥിക്കാം. हम प्रार्थना करें, ജീവൻ കൊടുത്ത് പ്രാർത്ഥിക്കാം. जीवन देकर प्रार्थना करें, ഉടമ്പടിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. वाचा में बने रहते हुए प्रार्थना करें, നമുക്ക് വിരോധികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. हमारे विरोधियों के लिए हम प्रार्थना करें, ക്രിസ്തുവിന്റെ മധ്യസ്ഥയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. मसीह की मध्यस्थता में अपने आप को स्थापित करके प्रार्थना करें। എത്ര പേർ ഇന്ന് രാത്രിയിൽ പറയും എനിക്ക് ആ ഉടമ്പടിയുടെ ഒരു മധ്യസ്ഥത ആവശ്യമാകുന്നു? कितने लोग आज रात को कहेंगे मध्यस्थता जो वाचा से होती है वह मुझे चाहिए। സിംഹം വന്നാലും ഓടിപ്പോകാത്ത ഒരു ഉടമ്പടിയുടെ മധ്യസ്ഥത എനിക്ക് വേണം. शेर आए तो भी शेर को देखकर डर कर बिना भागे उसका सामना खड़ा करने के लिए उस वाचा का संबंध मुझे चाहिए। സംഹരിക്കാൻ ദൈവം വന്നാലും ജനത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഒരു അഹരോന്റെ അഭിഷേകം എനിക്ക് വേണം. विरोध करने के लिए, संहार करने के लिए प्रभु भी क्रोधित होकर उठ खड़ा है तो हारून के समान मध्यस्थता करने का, उसका सामना करने का अभिषेक मुझे चाहिए। വിശ്വസിക്കുന്നവരുടെ മേൽ ആ വെളിപ്പാടിൽ കൂടി അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. विश्वास करने वालों के जीवन में उस प्रकाशन के द्वारा यह अभिषेक उतर रहा है। യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ यीशु मसीह के आधिकारिक नाम में എന്നെ ഏൽപ്പിച്ച ഈ തലമുറയിലെ ദൈവസഭയുടെ प्रभु आपने वह कलीसिया, वे लोग जो मुझे सौंपे हैं उनके लिए, കാവൽ കാക്കേണ്ടതിന് उनकी रखवाली करने के लिए എന്റെ ജീവൻ കൊടുത്തും ഞാൻ ആ പ്രായശ്ചിത്തം കഴിക്കും. मेरा जीवन देखकर भी मैं उस प्रायश्चित को देने के लिए तैयार हूं। എന്റെ ജീവൻ കൊടുത്തും ഞാൻ ആ ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും മധ്യ നിൽക്കും. मेरा जीवन देना पड़ जाए तो भी जीवितों और मुर्दों के बीच में खड़े रहने के लिए मैं तैयार हो जाऊंगा। എന്റെ ജീവൻ കൊടുത്തും എന്റെ സഹോദരനായ ഹാബിലിനെ ഞാൻ കാക്കും. मेरा जीवन भी देखकर मेरे भाई हाबिल की मैं रखवाली करूंगा। കർത്താവേ, ജനങ്ങളാൽ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. परमेश्वर इन वचनों से आपको मदद करने पाए, आपको अनुग्रहित करने पाए। നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ അന്യഭാഷകളോട് തുടരുക. അഭിഷേകം നിങ്ങളുടെ മേൽ വെളിപ്പെടുന്നുണ്ട്. आप अन्य भाषा में बने रहिए, वह अभिषेक आपके जीवनों में प्रकट होने पाए। താങ്ക് യു.